വിഷ്ണു ഭഗവാന്റെ വാഹനമായിട്ടാണല്ലോ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭഗവാനെ കാണാനും അല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടെന്നുള്ള സാന്നിധ്യം അറിയിക്കാനും വേണ്ടിയിട്ട് ഭക്തജനങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിനൊരു കൂടുതൽ ഭക്തി ഉണ്ടാവാനും അത് ഉപകരിക്കുന്നു എന്നുള്ളതായിട്ട് തന്നെ എത്താറുണ്ടല്ലേ? കൃത്യമായി എത്താറുണ്ട്. തീർച്ചയായും. സന്തോഷം വരുന്നുണ്ട്. വരുന്നുണ്ട്. ഇത്രയും നല്ല ഭഗവാൻ വേറെ ഇല്ലല്ലോ, നമ്മുടെ കേരളത്തിലില്ല, ഇന്ത്യയിലും ഇല്ല. എനിക്കിവിടെ വന്നതിൽ ഒത്തിരി മാറ്റമുണ്ട്. ഞാൻ അമ്മയോട് നന്ദി ചെയ്തു. എനിക്ക് 7 ആഴ്ച വരണം ഞാൻ ആഗ്രഹിച്ചു. എനിക്ക് കാലം അങ്ങനെ വയ്യാത്തില്ല. എനിക്കിവിടെ വരുന്നവർക്ക് എനിക്ക് കാലിന് വേദനയില്ല. സത്യം എനിക്ക് അമ്മ എനിക്ക് നടക്കാനുള്ള ശക്തി എന്നെ തന്നുകൊണ്ടിരിക്കും. എല്ലാവർക്കും നമസ്കാരം. പാരിപ്പള്ളി വവ്വാക്കുന്ന് ശ്രീ ലക്ഷ്മീനാരായണ ദേവി ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, അനുദിനം ഈ ക്ഷേത്രത്തിൽ ഓരോ ഭാഗത്തു നിന്നാണ്, നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓരോ ഭക്തജനങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് നിന്നും കോഴിക്കോട് നിന്നും അങ്ങനെ കേരളത്തിൻ്റെ വടക്കൻ മേഖലകളിൽ നിന്നാണ് ഇപ്പോൾ ഇഷ്ടം പോലെ ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഭഗവാൻ കേൾക്കുന്നു എന്നുള്ളതിൻ്റെ പ്രതീകമാണ് ശരിക്കും ഇത്രയും ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് വരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ക്ഷേത്രത്തിലാണ്. ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകളും മറ്റ് കാര്യങ്ങളിലേക്കുമൊക്കെ നമുക്ക് പോകാം. കോഴിക്കോട് നിന്ന് വന്നൊരു ചേച്ചിയാണ് കേട്ടോ. ചേച്ചി എന്താ ഇത്ര ദൂരത്ത് നിന്ന് വന്നേ? എങ്ങനെ അറിഞ്ഞ്? ഫേസ്ബുക്കിലൂടെ. ഓക്കെ. കോഴിക്കോട് നിന്ന് വന്നിരിക്കുകയാണ് കേട്ടോ. ശരിക്കും എന്താ പറയുക, ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ഭക്തജനങ്ങൾ ഇതുപോലെ ഒരുപാട് സ്ഥലത്തു നിന്ന് വരുന്നുണ്ട്. എന്താ ഇവിടെ എത്തുമ്പോൾ തോന്നുമ്പോൾ നല്ലൊരു മനസ്സിനൊരു സന്തോഷമൊക്കെ ഉണ്ട്. വീട്ടിലാരൊക്കെയുള്ള? വീട്ടിലെല്ലാവരും ഉണ്ട്. മോളുണ്ട്, തറവാട്ടിലാണ്, അമ്മയുണ്ട്, ആങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ഓക്കെ. നേരം വെളുത്ത് ഇത്രയല്ലേ ആളൂ? അപ്പം നമ്മൾ അവിടെ നിന്ന് എത്ര മണിക്ക് പുറപ്പെട്ടു? ഞങ്ങൾ ഇന്നലെ 9 മണിക്ക്. ഇന്നലെ രാത്രി 9 മണിക്ക്. ഇന്ന് രാവിലെ എത്തി. എത്തിയിട്ട് ഇവിടുന്ന് ഡ്രസ്സ് എങ്ങനെയാ? ഇവിടെ കുളിച്ച് ഡ്രസ്സൊക്കെ. അപ്പോൾ ഈ എന്താ പറയുക, വഴിപാടുകളൊക്കെ തന്നെ കഴിച്ചു. ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ? അതെയായിട്ട്. അപ്പോൾ കുടുംബത്തിൻ്റെ ഐശ്വര്യവും സമാധാനവും ഒക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അതാണ്. വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടാവും അല്ലേ ഭഗവാൻ? പിന്നെന്താ, ഉണ്ടല്ലേ? വിശ്വാസമാണ്. വിശ്വാസമാണ്. ക്ഷേത്രത്തിൽ 5 വർഷമായിട്ട് ഇവിടെ പാരായണം ചെയ്യുന്ന ഒരു ചേച്ചിയാണ്, ജയന്തി ചേച്ചിയാണ് കൂടെ ഉള്ളത്. ചേച്ചിയുടെ അടുത്താണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നത്. ചേച്ചി, ശരിക്കും ഈ അമ്പലം ഈ അടുത്ത സമയത്തായിട്ട് ഒരുപാട് ആളുകളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ശരിക്കും എന്താ തോന്നുന്നത് ഇപ്പോൾ? ഇവിടെ ഇരിക്കുന്നത് ലക്ഷ്മീനാരായണ സ്വാമിയാണ്. ലക്ഷ്മീനാരായണ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചൈതന്യമുള്ള, കാരണം വിഷ്ണുവും ലക്ഷ്മിയും പകുതി, അതായത് അർദ്ധനാരീശ്വരനെ പോലെ ഇരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ മഹാവിഷ്ണുവിനെയും ലക്ഷ്മിയെയും ഒന്നിച്ച് നമുക്ക് കാണാനും അവരോട് നമ്മുടെ കാര്യങ്ങൾ പറയാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ സാധിച്ച് ഇവിടുന്ന് മടങ്ങി പോകുന്നതായിട്ടാണ് കാണുന്നത്. കാര്യം നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ ലക്ഷ്മീനാരായണ സ്വാമിയെ വിളിച്ചാൽ ഏതാണ്ട് 2 പേരും ഒരുപോലെ പ്രസാദിച്ച് ഇവിടെ ഒരുപാട് പേരുടെ സങ്കടങ്ങൾക്ക് നിവർത്തി വരുന്നതായിട്ട് ഒരുപാട് പേര് കേരളത്തിൻ്റെ അല്ലേ ഒരുപാട് അങ്ങേയറ്റത്ത് നിന്ന് ഒരുപാട് അത് കേട്ടറിഞ്ഞിട്ട് ഇപ്പം ഒരാൾ വന്നിട്ട് പോയിട്ട് പിന്നീട് വീണ്ടും അവരുടെ വീട്ടിനടുത്തുള്ള ആളുകളെ കൂടെ ആകർഷിച്ച് അവർ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ചേച്ചിയുടെ പ്രാർത്ഥനകളൊക്കെ തന്നെ കേട്ടോ? തീർച്ചയായിട്ടും. ഞാൻ എന്തെങ്കിലും മനസ്സറിഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എനിക്കത് സാധിച്ചു തരുന്നുണ്ട്. വിളക്കൊക്കെ എടുത്തോ? വിളക്ക് ഞാൻ സാധാരണ ഇവിടെ വരുമ്പോൾ എന്നും തുളസിമാല, നെയ്വിളക്ക്, അതൊക്കെ നമ്മുടെ ഇവിടുത്തെ പാരായണം നടത്തുന്ന ഇവിടുത്തെ പാരായണക്കാരിയാണ്, ഇവിടുത്തെ ആളാണ്. അപ്പം ഞാൻ എന്നും ഇവിടെ ഉണ്ട്. അപ്പം എന്ത് കാര്യത്തിനും നമുക്ക് ഭഗവാനെ കൈവിട്ടിട്ട് കാര്യമില്ലല്ലോ. എപ്പോഴും നമ്മൾ
നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടല്ലോ, എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ എന്ന് വരുന്നു കാണുന്നു, ഇവിടെ എന്ന് പാരായണം ഉണ്ടെങ്കിലും നമ്മൾ വരുന്നുണ്ട്, കാണുന്നു. നമ്മൾ അവരുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരാണ്. ശരിക്കും നമ്മുടെ ക്ഷേത്രത്തിലൊരു പൂജ സമയത്ത് നമ്മുടെ ക്ഷേത്രത്തിൽ പരുന്ത് വരാറില്ലേ? അതിൻ്റെ ഒരു ഐതിഹ്യം എന്താ ചേച്ചി? ശരിക്കും അതിൻ്റെ ഐതിഹ്യം എന്ന് പറയാൻ നമുക്കിപ്പം പിന്നെ ഈ ഭഗവാന്റെ ചൈതന്യം, അതാണ് വിഷ്ണു ഭഗവാന്റെ വാഹനമായിട്ടാണല്ലോ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭഗവാനെ പിന്നെ കാണാനും അല്ലെങ്കിൽ ആ ഞാനിവിടെ ഉണ്ടെന്നുള്ള സാന്നിധ്യം അറിയിക്കാനും വേണ്ടിയിട്ട് ഭക്തജനങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിനൊരു പിന്നെ കൂടുതൽ ഭക്തി ഉണ്ടാവാനും അത് ഉപകരിക്കുന്നു എന്നുള്ളതായിട്ട് എത്താറുണ്ടല്ലേ? കൃത്യമായി എത്താറുണ്ട്. അതെ, തീർച്ചയായും. ശരിക്കും ഒരുപാട് ആളുകൾ ശരിക്കും അങ്ങനെയുള്ള അതിശയങ്ങളും അത്ഭുതങ്ങളും കണ്ടുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്രത്തിൽ. അതാ തീർച്ചയായിട്ടുമാണ്. അത് പിന്നെ നമുക്ക് ഒരു തവണ വന്നു കഴിയുമ്പോൾ അറിയാമല്ലോ എന്താണ് അവിടുത്തെ ചൈതന്യം. അല്ലെങ്കിൽ നമുക്ക് ഭഗവാനെ വിളിച്ചാൽ, നമ്മൾ മനസ്സറിഞ്ഞ് വിളിച്ചാൽ നമുക്ക് ഫലം തരുന്നുണ്ടെങ്കിലല്ലേ വീണ്ടും വീണ്ടും ആളുകൾ എത്തത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു തവണ വന്നങ്ങ് മതിയാക്കി പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം ദൈവത്തിന് അത് നമ്മളെ എങ്ങനെ വിളിക്കുന്നു അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ദൈവം നമുക്ക് തരുന്നത്. നമ്മൾ വെറുതെ വന്നെന്ന അമ്പലം കണ്ടുപോകാം എന്ന് വരുന്ന പോലെയല്ല, നമ്മൾ മനസ്സർപ്പിച്ചുകൊണ്ട് തന്നെ ദൈവത്തിനെ പ്രാർത്ഥിക്കണം. അത് എവിടെ ആണെങ്കിലും അങ്ങനെ ആയിരിക്കണമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ മനസ്സർപ്പിച്ച് നമ്മൾ ദൈവത്തിനെ വിളിക്കണം. പിന്നീട് ചിലർക്ക് ചിലപ്പോൾ കാര്യം സാധിക്കുന്നില്ലായിരിക്കും, പക്ഷെ അത് നമ്മുടെ സമയത്തിൻ്റെയും കൂടെ ആയിരിക്കും. എങ്കിലും ഭഗവാനെ കൈവിടാതെ പിടിക്കുന്നവർക്ക് അത് തീർച്ചയായും അതിൻ്റെ ഉറപ്പായിട്ടും അതിൻ്റെ ഫലം കൊടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് പാലക്കാട് നിന്ന് എത്തിയ ഒരു ഫാമിലിയാണല്ലേ? ഓക്കെ. നിങ്ങൾ ഇന്നലെ എപ്പോൾ പുറപ്പെട്ടു? ഇന്നലെ രാത്രി 8:30 പുറപ്പെട്ടു. ഇന്ന് രാവിലെ 6 മണിയാകുമ്പോൾ എത്തും. നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ? അതെ, വീഡിയോ കണ്ടിട്ട് തന്നെയാണ്. ഓക്കെ. ഈ ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ട് ഫോണിലൂടെ കാണുമ്പോൾ യൂട്യൂബിൽ കണ്ടിട്ട് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഒരു വീട്ടിലാണോ അതോ അയൽക്കാരാണോ? ശരിക്കും എല്ലാവർക്കും ഓരോരോ സങ്കടം ഉണ്ടാവും. അതെ, സങ്കടം കൊണ്ടല്ലേ കാരണമായ അമ്മ അത്രമാത്രം ഞങ്ങൾക്ക് വേണ്ടു. വിശ്വാസം വന്ന ശരിയാവുന്നുള്ളൊരു വിശ്വാസമുണ്ട്. ചേട്ടാ എന്തുകൊണ്ട് വിശേഷം? പാലക്കാട് നിന്ന് ഒരുപാട് ദൂരെ സഞ്ചരിച്ചാ എത്തിയതല്ലേ? ഇന്നലെ രാത്രി 10 മണിക്ക് പുറപ്പെട്ടു. 10 മണിക്ക് പുറപ്പെട്ടു. 6 മണിയാകുമ്പോൾ ഇവിടെ എത്തി. എല്ലാവർക്കും ഡ്രസ്സ് മാറി എല്ലാവരും എന്ത് ജോലിയൊക്കെ ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ കമ്പനിക്ക് പോണവരാണ് എല്ലാവരും. കമ്പനിക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച വന്നിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച ഇതുപോലെ പുറപ്പെട്ട് തിങ്കളാഴ്ച ഇവിടെ എത്തി. പിന്നെ ഇതപ്പോൾ വെള്ളിയാഴ്ച വന്നു. 4 ആൾ എല്ലാവരും കമ്പനി പോണവരാണ്. എല്ലാവരും പോണവരാണ്. ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? എന്താ പറയാ, ഒരു സന്തോഷം വരുന്നുണ്ട്. വരുന്നുണ്ട്. വന്ന പോലത്തെ ഇപ്പോൾ സമാധാനം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ നിറയെ അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു തൃപ്തി കിട്ടിയിട്ടില്ല. നമുക്കറിയാം പാലക്കാട് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ക്ഷേത്രങ്ങളുടെയും അല്ലേ, ഒരുപാട് വലിയ വലിയ അമ്പലങ്ങളുടെയൊക്കെ സ്ഥലമാണ്. അവിടെയാണ് നമ്മുടെ ഈ കുഞ്ഞു ക്ഷേത്രം അല്ലേ. നിങ്ങൾ തേടി പാലക്കാട് നിന്ന്, കേരളത്തിന്റെ അങ്ങേ അറ്റത്തുനിന്നാണ് ഇവർ എത്തിയിരിക്കുന്നത്. കഞ്ചിക്കോട് പറയും, പാലക്കാട് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം കഞ്ചിക്കോട് നിന്നാണ് എത്തിയിരിക്കുന്നത്. ദൂരം യാത്ര ചെയ്തിട്ടാണ് ഇവർ എത്തിയിരിക്കുന്നത്. യാത്രയുടെ ക്ഷീണമൊന്നും പക്ഷെ ആരുടെ മുഖത്ത് കാണുന്നില്ല. ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഇതുപോലെ ടൂർ പോയിട്ട് വന്നാലും പിറ്റേ ദിവസം ജോലിക്ക് പോയില്ല. ഇവിടെ നിന്ന് പോയി ഞങ്ങൾക്ക് ഒരു ക്ഷീണവും ഇല്ല, ഞങ്ങൾ ജോലിക്ക് പോയി. ഇന്നലെ രാത്രി വണ്ടി കയറിയിട്ട് രാത്രി ആരും ഉറങ്ങിയിട്ടില്ല. ഇല്ല ഉറങ്ങിയിട്ടൊന്നും. ശരിക്കും എല്ലാവരും ഒരു ഉത്സവ പ്രതീതിയിലാണ്. ഉത്സവം തന്നെ, സന്തോഷം തന്നെ. ഉത്സവം വേറെ തന്നെയാണ്. വീട്ടിൽ ആരൊക്കെയുള്ളേ? വീട്ടില് 2 അനിയന്മാരുണ്ട്, 2 അനിയത്തിയുണ്ട്. അച്ഛനില്ല, അമ്മയുണ്ട്. ചേച്ചിക്കോ? ഞങ്ങള് അച്ഛനും അമ്മയും കുട്ടികളും 2 പേരും. എല്ലാവരുടെയും എന്താ പറയാ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും അല്ലേ, കുടുംബത്തിന്റെ ഒരു സമാധാനമൊക്കെയാണ്. നിങ്ങൾ വിളിച്ചാ വെളിപ്പുറത്തുണ്ട് ഭഗവാൻ. ഉണ്ട്. മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളവരാണ് കേട്ടോ. ഇവരുടെയൊക്കെ ജോലികളും അല്ലെങ്കിൽ ഇവരുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇത്രയും ദൂരം എത്തിയിരിക്കുന്നത്. ഒരു മോളുണ്ട്, ഒരു മോനുണ്ട് എനിക്ക്. ഞങ്ങൾ ഭാര്യയും ഭർത്താവും, ഞങ്ങൾ 4 ആള്. അതേപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതെല്ലാം കേട്ടിട്ടുണ്ട്. ഒരു സമാധാനം ദൈവം തരണം, അത്രേ ഉള്ളൂ. ഭഗവാൻ കൊടുക്കണം, ഇല്ലെങ്കിൽ എന്താല്ലേ. വന്നിട്ട് നമുക്കൊരു ഇതില്ലാണ്ടിരുന്നാലും ബുദ്ധിമുട്ടല്ല. പ്രകാശത്തുണ്ടാവും പറഞ്ഞു, അതും കണ്ടു. ഇന്ന് അപ്പോഴേ കണ്ടു. ചേട്ടാ എന്തുണ്ട്? അന്നേരം തൃപ്തിയുണ്ട്. ഭയങ്കര സമാധാനം തോന്നുന്നല്ലേ.
सुगन्धिं पुष्टिं वर्धनाम् उर्वारुकमिव बन्धनान् मृत्यो मृक्षयमामृतात् ॐ त्र्यम्बकं यजामहे सुगन्धिं पुष्टिं वर्धनाम् उर्वारुकमिव बन्धनान् मृत्यो मृक्षयमामृतात् यजामहे सुगन्धिं पुष्टिं वर्धनाम् उर्वारुकमिव बन्धनात् मृत्यो मृक्षयमामृतात् ॐ त्र्यम्बकं यजामहे सुगन्धिं पुष्टिं वर्धनाम् उर्वारुकमिव बन्धनात् मृत्यो मृक्षयमामृतात् ഞാൻ പുനലൂരിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഞാനിവിടെ 4ാമത്തെ പ്രാവശ്യം വരുന്നതെങ്കിൽ അമ്മയുടെ സഹായം കൊണ്ട് എനിക്ക് നല്ല അനുഗ്രഹം കിട്ടുന്നുണ്ട്. പക്ഷേ ഇതുപോലെ എൻ്റെ മോൾക്ക് ഗൾഫിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടായി. അവൾക്ക് ഇപ്പം അതൊരു മാറ്റം വന്ന് എനിക്കത് സന്തോഷമായിരിക്കുക. എനിക്കിവിടെ വന്നതിൽ എനിക്ക് ഒത്തിരി മാറ്റമുണ്ട്. ഞാൻ അമ്മയോട് നന്ദി ചെയ്തു. എനിക്ക് 7 ആഴ്ച വരണം ഞാൻ ആഗ്രഹിച്ചിരുന്നു. എനിക്ക് വന്ന് കാലം അങ്ങനെ വയ്യാത്തില്ല. എനിക്കിവിടെ വരുന്നവർക്ക് എനിക്ക് കാലിന് വേദനയില്ല. സത്യം എനിക്ക് അമ്മ എനിക്ക് നടക്കാനുള്ള ശക്തി എന്നെ തന്നുകൊണ്ടിരിക്കും. ഒരുപാട് ദൂരത്തു നിന്നല്ലേ ഞാൻ പുനലൂരിൽ നിന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പിന്നെ ഒരു 20 രൂപ പോയിന്റും പോകണം. അവിടെ നിന്ന് പിന്നെ ഞാൻ ഇറങ്ങി വരുന്നത് 6 മണിയാകുമ്പോൾ എനിക്ക് അമ്മയ്ക്ക് ശക്തി എനിക്ക് തരുക. എനിക്ക് എനിക്കിപ്പോൾ വരണം എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. ഞാനും എൻ്റെ ഭർത്താവിടെ ആദ്യം വന്നത്. ഇനി എൻ്റെ മോളെ കൊണ്ടും കൊച്ചു 2 കൂടി പിള്ളേരുണ്ട്. അവരെയും കൊണ്ടും വരണം. അവർക്കൊരു സന്തോഷവും സമാധാനം കിട്ടണം. അത് മാത്രമേ ഉള്ളൂ എനിക്ക് ആഗ്രഹം. പാലക്കാട് നിന്ന് ഒരുപാട് ആളുകളാണല്ലേ പാലക്കാട് നിൽക്കുന്നത്. അവർക്കല്ലേ അനുഗ്രഹം കൂടുതൽ വേണ്ടത്. അതുകൊണ്ടായിരിക്കും അവർ ഓടി വരുന്ന എല്ലാവരും. ഇത്രയും നല്ല ഭഗവാൻ വേറെ ഇല്ലല്ലോ നമ്മുടെ കേരളത്തിലില്ല, ഇന്ത്യയിലും ഇല്ല. ഒറ്റപ്പാലം തിരുവില്ലാമലയാണ് എൻ്റെ വീട്. തിരുവില്ലാമല വല്യാദിനാഥൻ്റെ അമ്പലത്തിന് തൊട്ട് ചേർന്ന് തന്നെ എൻ്റെ വീട്. എന്നും വിളിക്കാതെ ഓടി ഇവിടെ വന്നു. അവിടെയും വിളിക്കുന്നുണ്ട്. അവിടെ വിളിക്കാണ്ടൊന്നുമില്ല, എല്ലായിടത്തും വിളിക്കാറുണ്ട്. ഇവിടെ എന്താണ് ശരി നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷമാണല്ലോ വന്നേ? വീഡിയോ കണ്ടതിന് ശേഷമല്ലേ വന്നേ? അങ്ങനെ വന്നത് തന്നെ. അങ്ങനെയാണ് വന്നത്. പൊങ്കാല കിട്ടോ? പൊങ്കാല ഇട്ടില്ല. ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചു കഴിയുമ്പോൾ പൊങ്കാല ഇടാന്നാണ് നേർന്നിരിക്കുന്നത്. ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഒരുപാടെന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ പണിയെടുത്ത കംപ്ലീറ്റ് പൈസ അയലക്കംകാരുടെ കയ്യിലായിപ്പോയി. പൈസയും സ്വർണവും പണവും വസ്തു. അപ്പം അതെനിക്ക് തിരിച്ചു കിട്ടണം. അതാണ് എൻ്റെ വലിയ പ്രാർത്ഥനയാണ്. വലിയൊരു പ്രാർത്ഥനയാണ്. അറ്റ്ലീസ്റ്റ് ഇനിയിപ്പം അവർ ചെയ്ത് തീർക്കണേ മുമ്പാണെങ്കിൽ എനിക്ക് എൻ്റെ ആധാരം എടുക്കാൻ വേണ്ടി എൻ്റെ വീടാണെങ്കിലും വിറ്റിട്ടാണെങ്കിലും എനിക്ക് അതിനെങ്കിലും സാധിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഒരു മനുഷ്യർക്ക് കൊടുക്കാനില്ല ഇന്നേ വരെ. ഈ 10, 50, 60 വയസ്സ് വരെ പണിയെടുത്തിട്ടാണ് നമ്മുടെ കയ്യിലെ ഫുള്ളും അവരുടെ കൈപ്പെട്ടുപോയി. അപ്പം അതൊന്ന് തിരിച്ചു കിട്ടാൻ വലിയ പ്രതിസന്ധിയിലാണ്. അതെ, വലിയ പ്രതിസന്ധിയിലാണ്. ചിലപ്പോൾ ആത്മഹത്യയെക്കാളും വലിയ കഷ്ടത്തിലാണ് നിൽക്കുന്നത് ഇപ്പം ഞാൻ. പാലക്കാട് സ്വദേശിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ് കൂടെ ഉള്ളത്. ചേട്ടൻ എവിടെ ജോലി ചെയ്യുന്നത്? ജോലി ഇന്ന് ഹൈദരാബാദിലാണ്. ഞാൻ ഇവിടെ ക്ഷേത്രത്തിൻ്റെ കേട്ടു ഇങ്ങനെ ഓരോരോ ചാനലിലൂടെ പറഞ്ഞപ്പോൾ ഇവിടെ തൊഴണമെന്ന് വിചാരിച്ച് വന്നതാണ്. അത് ഒറ്റയ്ക്കാണ് വന്നത്. അപ്പോൾ എൻ്റെ വൈഫെല്ലാം ബാംഗ്ലൂരിലുള്ളത്. ഇപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വന്ന് ഇന്ന് കാലത്ത് ട്രെയിനിന് വന്ന് കൊല്ലത്ത് വന്നു. കൊല്ലത്തിൽ നിന്ന് ഇവിടെ വന്നു. വന്ന് കുളിക്കാനും കാര്യങ്ങളൊക്കെ സൗകര്യം ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഇവിടുത്തെ വഴിപാട് കുറച്ചെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഉച്ചയ്ക്ക് ഒരു പൂജ ഉണ്ടെന്ന് പറഞ്ഞു. ആ പൂജയും കഴിഞ്ഞ് ഒരു 12:45, 1 മണിക്ക് അങ്ങോട്ട് പോകുന്നതാണ്. വരുന്നതാണ്. ഇതുവരെ വന്നിട്ടില്ല. ഒരു അനുഭവം ഇവിടെ വന്നപ്പോൾ ഒന്നും ഇപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് സന്തോഷമാണ്. അതെ, എന്തോ വലിയ പ്രാർത്ഥനയുണ്ടോ മനസ്സിൽ? വലിയ പ്രാർത്ഥന വെച്ചാൽ നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് ചിലത് ഒരു മനുഷ്യനായ എന്തെങ്കിലും ചിലതൊക്കെ കാണില്ലേ. മക്കളുടെ കല്യാണം, മകൻ്റെ കല്യാണം, പിന്നെ അതുപോലെ ചില സാമ്പത്തിക പ്രശ്നം, അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ കുറച്ച് ദിവസം ഒരു 7 ദിവസത്തെ പരിപാടി കൊണ്ട് അതിന് വേണ്ടിയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചില രസീതും ചീട്ടെല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഭഗവാൻ കേൾക്കും. അതെ ആയിരിക്കും. അതാണ് വിശ്വാസം. അതെ, തീർച്ചയായിട്ടും. ഞാൻ വർഷം ശബരിമല പോകുന്ന ആളാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ശബരിമല പോകേണ്ടതായിരുന്നു ഫെബ്രുവരിയിൽ. പക്ഷെ അതിൻ്റെ ഇടയിൽ പറ്റിയില്ല. ആ പോകുന്ന സമയത്ത് ഇവിടെ വരാമെന്ന് വിചാരിച്ചത്. അത് പറ്റിയില്ല. എനിക്കൊരു മുടക്ക് വന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ പോയില്ല. അതിൻ്റെ ഒപ്പം ആൾക്കാരായാലും എല്ലാവരും പോയി. അല്ല തന്നെ ഈ വഴി ഒന്നിച്ച് കഴിഞ്ഞ മാസം വന്ന് പോകേണ്ടതായിരുന്നു. അതാണ് ഇത്തവണ നാട്ടിൽ വന്നപ്പോൾ ഞാൻ വന്നത്. ഹൈദരാബാദിൽ നിൽക്കുമ്പോഴേ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടായിരുന്നു അല്ലേ? ഓ
ഇതിൽ ഏതാണ് ഒരു വിസ്മയ ചാനൽ അങ്ങനെ എന്താ നിങ്ങളേതാ? വിസ്മയ ന്യൂസാണ്. വിസ്മയാണ്. ഓ വിസ്മയ ചാനൽ വേറെ ഇതിൽ കണ്ടു. അപ്പോൾ അതുകൊണ്ട് വന്നതാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആർക്കായാലും എപ്പോൾ വേണമെങ്കിലും വിശ്വാസികൾക്ക് പോയി തൊഴാം. അതിനിപ്പോൾ ഇന്ന ചാനലെന്നില്ല, ഒരു ചാനലൊരു ഒരു നിമിത്തമായി വന്നേ ഉള്ളൂ. നിമിത്തമായി വന്നേ ഉള്ളൂ. അദ്ദേഹം വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചൊരാളാണ്. ഇതിനുള്ളിൽ വേറെ എനിക്ക് വേറൊരാളും കൂടി ഒരു ഇതിൻ്റെ ഇങ്ങനെ വന്ന് കണ്ടപ്പോൾ ഞാൻ അമ്മയെ ശരണം എന്നങ്ങനെ എഴുതുണ്ടായി. അപ്പോൾ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ഫോൺ നമ്പർ അതുപോലെ ഇവിടുത്തെ വിവരങ്ങളെല്ലാം വെച്ചിട്ട് എനിക്കൊരു എൻ്റെ വാട്സപ്പിൽ വിട്ടുവരും. പിന്നീടാണ് ഞാൻ ഇവിടെ സംസാരിച്ചത്. അങ്ങോരാ ജയദേവൻ സാറായിട്ട് സംസാരിച്ചു. അപ്പോൾ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ശരി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വരാൻ പറ്റിയില്ല. ഇപ്പോഴാണ് പറ്റിയത്. ഞാനിത് വരണമെന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ട് 5-6 മാസമായി. 5-6 മാസത്തിലധികമായി കാണും. ഇപ്പോഴാണ് സൗകര്യപ്പെട്ടത്. കുമാരി ഭൂജലമതാ കുമാരി പ്രതജാലിനി ഭൈരവി സ്മശാന ഭൈരവി കാല ഭൈരവി പുര ഭൈരവി മഹാഭൈരവപത്രീജ പരമാനന്ദ ഭൈരവി പുരാനന്ദ ഭൈരവി സുരേഷി പഞ്ചവി പഞ്ചമി പുരവാസിനി മഹാസത്വരക്ഷി മഹാചന്ദ്രസ്വരൂപൂലരക്തചന്ദനധാരിണി ശിവായാവതസിംഹൂലരക്തചന്ദനരൂപധൃത ശ്യാമരീ ബാലപുരിനാമം മതൂരി കുങ്കുമദ്രവലേപിതാം ശ്രീചിത്രരത്ന കണ്ടില്ലേ എത്രത്തോളം ഭക്തജനങ്ങളാണ് നാടിൻ്റെ വിവിധ ഭാഗത്തു നിന്നും ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നത്. വിളിച്ചാൽ വിളിപ്പുറത്താണ് ഇവിടുത്തെ ഭഗവാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി പേരാണ് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നത്. അതിന് നമ്മുടെ വിസ്മയ ചാനൽ ഒരു നിമിത്തമാകുന്നുവെന്ന് മാത്രം. ക്യാമറമാൻ അൻഷാദ് മാസ്മരിയ്ക്കൊപ്പം ബിലുവനിത്സൻ, വിസ്മയ ന്യൂസ്.